Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ് പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദ് മോൾ, പെരുമ്പ, Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. മലിനജലത്തിൽ മുങ്ങി ദേശീയപാത. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിലേക്ക് പോകുന്ന പൈപ്പിന്റെ മാൻഹോൾ അടഞ്ഞതാണ് മലിനജലം ദേശീയപാതയിലേക്ക് ഒഴുകാൻ കാരണമായത്. ദുർഗന്ധം കാരണം ഇതുവഴിയുള്ള യാത്രയും ഏറെ ദുസ്സഹമായിരിക്കുന്നു. മാടായി കുണ്ടായിട്ടമൽ പട്ടികജാതി കോളനിയുടെ സമഗ്ര വികസന പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം എം വിജിൻ MLA നിർവഹിച്ചു. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തുക. കണ്ടോന്താർ ചെറുവിച്ചേരിയിൽ തോട്ടത്തിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയ 2 പേരെ CI EK ഷിജു അറസ്റ്റ് ചെയ്തു. ചന്തപുര ചെറുവിച്ചേരിയിലെ രതീഷ്, ബിബിൻ എന്നിവരാണ് പിടിയിലായത്. പഴയങ്ങാടി അടുത്തിലയിൽ വീണ്ടും വാഹനാപകടം. മിനി ലോറി ഇടിച്ച് സിഗ്നൽ ബോർഡുകളും തെരുവു വിളക്കും തകർന്നു. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് അപകടം നടന്നത്. ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. വാർത്തകൾ വിശദമായി. മലിനജലത്തിൽ മുങ്ങി ദേശീയപാത. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിലേക്ക് പോകുന്ന പൈപ്പിന്റെ മാൻഹോൾ അടഞ്ഞതാണ് മലിനജലം ദേശീയപാതയിലേക്ക് ഒഴുകാൻ കാരണമായത്. ദുർഗന്ധം കാരണം ഈ വഴിയുള്ള യാത്രയും ദുസ്സഹമായിരിക്കുകയാണ്. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിലേക്കുള്ള പൈപ്പിന്റെ മാൻഹോൾ അടഞ്ഞതിനാലാണ് മലിനജലം ഒഴുകി ദേശീയപാത മാലിന്യത്തോടായി മാറിയത്. പരിയാരം ദേശീയപാതയിലാണ് മലിനജലം കെട്ടിക്കിടക്കുന്നത്. അതിനാൽ വാഹനങ്ങൾ പോകുമ്പോൾ മലിനജലം മറ്റു വാഹനയാത്രക്കാരുടെയും കാൽനടയാത്രക്കാരുടെയും ദേഹത്തേക്ക് തെറിക്കുകയാണ്. ദുർഗന്ധം വമിക്കുന്നതിനാൽ ഇതുവഴിയുള്ള യാത്രയും ദുരിതമായി തീർന്നിരിക്കുന്നു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പ്ലാന്റിലേക്ക് മലിനജലം പോകുന്നതിനായി പൈപ്പ് സ്ഥാപിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ പ്രവൃത്തി പൂർത്തിയായിട്ടില്ല. ഇപ്പോൾ മലിനജലം ഒഴുകി അലക്യം തൊട്ടിലേക്ക് ചെന്നെത്തുകയാണ്. അതിനാൽ തോടരികിൽ താമസിക്കുന്ന കുടുംബങ്ങൾക്കും ഇത് ദുരിതമായി മാറുന്നു. ഈ കോളി ബാക്ടീരിയയുടെ ഭീഷണിയിലാണ് പല കുടുംബങ്ങളും കഴിയുന്നത്. പരിയാരം ആയുർവേദ കോളേജിന്റെ കിണറും ഈ തോടിന് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത്. 2 വർഷത്തോളമായി പരിയാരത്തെ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് പ്രവർത്തിക്കുന്നില്ല. പ്ലാന്റിലെ മോട്ടോർ പണിമുടക്കിയതാണ് പ്ലാന്റ് പ്രവർത്തിക്കാതിരിക്കാൻ കാരണം. അറ്റകുറ്റപ്പണിക്ക് ഫണ്ട് അനുവദിച്ചെങ്കിലും ഇതുവരെ പ്രവൃത്തി നടത്തിയിട്ടില്ല. അതിനിടയിലാണ് മാൻഹോൾ അടഞ്ഞ് മലിനജലം വീണ്ടും പുറത്തേക്ക് ഒഴുകിയത്. ഇത് ജനങ്ങൾക്കിടയിൽ ഏറെ പ്രതിഷേധത്തിനിടയാക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാടായി കുണ്ടായിട്ടമൽ പട്ടികജാതി കോളനിയുടെ സമഗ്ര വികസന പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം നടന്നു. എം വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തുക. മാടായി കുണ്ടായിട്ടമൽ പട്ടികജാതി കോളനിയുടെ സമഗ്ര വികസന പദ്ധതി പ്രവൃത്തി ഉദ്ഘാടനം എം വിജിൻ MLA നിർവഹിച്ചു. സുൽത്താൻ കനാൽ മരച്ചാപ്പ റോഡ്, അതും റോഡാണ്. 7.77 ലക്ഷം രൂപയാണ് അതിനു വേണ്ടിയിട്ട് ഇവിടെ നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. മറ്റൊരു ആവശ്യം പ്രധാനമായും ഉണ്ടായത് ഡ്രൈനേജോട് കൂടിയ ഒരു നടപ്പാത നിർമ്മാണം. എനിക്ക് തോന്നുന്നു ആ നടപ്പാതക്കകത്തേക്ക് പോകുമ്പോൾ വള്ളക്കെട്ട് പ്രശ്നങ്ങളും പറഞ്ഞപ്പോൾ ആ നടപ്പാതയും വേണം, വെള്ളം സുഖമായിട്ട് പോകണം. അങ്ങനെ ഒരു പരിശോധന നടത്തിയപ്പോഴാണ് അവിടെ ഇട്ടമ്മൽ റോഡ് മുതൽ ശൈലജ വീട് വരെ. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ അധ്യക്ഷത വഹിച്ചു. നിർമ്മിതി അസിസ്റ്റന്റ് പ്രൊജക്ട് എഞ്ചിനീയർ K രാമചന്ദ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു.
മാടായി പഞ്ചായത്തിലെ കുണ്ടായിട്ടമ്മൽ കോളനിയുടെ സമഗ്ര വികസനത്തിന് അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തുക. കോളനിയിലേക്കുള്ള റോഡ് നിർമ്മാണം, നടപ്പാതയോട് കൂടിയ ഡ്രെയിനേജ് നിർമ്മാണം, കുടിവെള്ള പദ്ധതി നവീകരണം, സോളാർ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കൽ, ശ്മശാന സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ, പൊതുവായ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ ഉൾപ്പെടെ വിഭാവനം ചെയ്തിട്ടുണ്ട്. ജില്ലാ നിർമ്മിതി കേന്ദ്രം മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അസിസ്റ്റന്റ് പട്ടികജാതി വികസന ഓഫീസർ ഒ. പി. രാധാകൃഷ്ണൻ, മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങളായ പി. വി. വേണുഗോപാലൻ, തളിയിൽ രമേശൻ, പി. നിഷാദ്, കെ. ദിവാകരൻ, എം. ധന്യ, പട്ടികജാതി വികസന ഓഫീസർ എം. പി. പ്രീത തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കണ്ടോന്താർ ചെറുവിച്ചേരിയിൽ തോട്ടത്തിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തിയ 2 പേരെ സിഐ ഇ. കെ. ഷിജു അറസ്റ്റ് ചെയ്തു. ചന്തപ്പുര, ചെറുവിച്ചേരി രതീഷ്, ബിബിൻ എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ സെപ്റ്റംബർ 27-നാണ് ചെറുവിച്ചേരിയിലെ പി. കെ. കൃഷ്ണന്റെ റബ്ബർ തോട്ടത്തിൽ നിന്നിരുന്ന ചന്ദനമരങ്ങൾ മുറിച്ചുകടത്തിയത്. കൃഷ്ണന്റെ പരാതിയിൽ അന്ന് കേസെടുത്തിരുന്നെങ്കിലും പ്രതികളെക്കുറിച്ച് സൂചനയൊന്നും ലഭിച്ചിരുന്നില്ല. സിഐ ഇ. കെ. ഷിജു ചുമതലയേറ്റെടുത്തതിനെ തുടർന്ന് കേസുകൾ അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് ചന്ദനമോഷണ കേസും ശ്രദ്ധയിൽപ്പെട്ടത്. ഇതേ തുടർന്ന് നടത്തിയ ശാസ്ത്രീയ അന്വേഷണത്തിലാണ് ചന്തപ്പുര, ചെറുവിച്ചേരി രതീഷ്, ബിബിൻ എന്നിവർ പിടിയിലായത്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പഴയങ്ങാടി അടുത്തിലയിൽ വീണ്ടും വാഹനാപകടം. മിനി ലോറി ഇടിച്ച് സിഗ്നൽ ബോർഡുകളും തെരുവു വിളക്കും തകർന്നു. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് അപകടം നടന്നത്. ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് അപകടം നടന്നത്. പഴയങ്ങാടി ഭാഗത്തേക്ക് പോകുകയായിരുന്ന മിനി ലോറി നിയന്ത്രണം വിട്ട് റോഡരികിലെ സിഗ്നൽ ബോർഡും ലൈറ്റും തകർക്കുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് വൻ അപകടം ഒഴിവായത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ 3ഓളം അപകടങ്ങൾ അടുത്തില ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാവുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. സ്വാമിമുക്കിനടുത്ത് നാർക്കലിലെ കുന്നിടിക്കൽ പ്രതിരോധ സമരം ശക്തമാക്കാനൊരുങ്ങി നാട്ടുകാർ. നാർക്കൽ കുന്ന് സംരക്ഷണ സമിതി പ്രവർത്തകർക്ക് പിന്തുണയുമായി കണ്ണൂർ ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി പ്രവർത്തകരും സ്ഥലത്ത് സന്ദർശനം നടത്തി. ദേശീയപാത വികസനത്തിന്റെ കരാർ കമ്പനിയായ മേഘ കൺസ്ട്രക്ഷൻസിനു വേണ്ടി കുന്നിടിച്ചു തുടങ്ങിയ കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്തിലെ നാർക്കലിൽ പ്രതിഷേധം ഘടിപ്പിക്കാനൊരുങ്ങി നാട്ടുകാർ. ഇപ്പം ഈ കുന്ന് കംപ്ലീറ്റ് കൊടുക്കാൻ വേണ്ടി നാഷണൽ ഹൈവേയിലെ ആൾക്കാരാ അവിടെ പോയി ബന്ധപ്പെട്ട് ക്ഷണിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന രീതിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടിട്ടുള്ളത്. നാട്ടുകാർ ഒന്നടങ്കം ഇതിനെതിരാണ്. എന്ത് വില കൊടുത്തും ഈ കുന്ന് സംരക്ഷിക്കുന്നില്ല കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമ്മളെ നീരുറവയടക്കം വറ്റുന്ന രീതി, കുഴൽക്കിണറിൽ പോലും വെള്ളം കുറഞ്ഞു വരുന്ന കാലമാണിത്. ഇതിൻ്റെ താഴ്വാരത്താണ് നമ്മുടെ വയൽ, ആലപ്പടമ്പ് വയൽ. ഇതിൻ്റെ താഴ്വാരത്ത് നല്ല ഇതിൻ്റെ കുളിർമയിലാണ്, ഇതുപോലെയുള്ള കുന്നുകളെ കുളിർമയിലാണ്. ഈ കുന്ന് വലിയൊരു കുന്നാണ്, ഇത് ഒറ്റ കുന്നായി നിൽക്കുന്നതല്ല. അതിൻ്റെ സെൻറ്ററിൽ പോയിട്ട് 1.5 ഏക്കർ സ്ഥലം തുരന്നെടുക്കുന്ന രീതിയാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ 4 ഭാഗവും വലിയ ഹൈറ്റിൽ മണ്ണ് നഷ്ടപ്പെട്ട് ഇത് ശരിക്കും പറഞ്ഞ ഒരു മരുഭൂമിയിലെ ഒരവസ്ഥ നമ്മുടെ ഇവിടെ ഉണ്ടാവുന്നില്ല കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കഴിഞ്ഞ ദിവസം CPM പ്രാദേശിക നേതാക്കളെയും വാർഡ് മെമ്പറെയും ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് നീക്കി കുന്നിടിച്ച് കടത്തിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് സമരം കൂടുതൽ ശക്തിപ്പെടുത്തുന്നത്. അപ്പോൾ ഏറ്റവും സമ്പന്നമായ ഒരു സാധാരണ വെറും ഒരു പാറക്കുന്ന് മാത്രമല്ല, ഏറ്റവും ജൈവ സമ്പുഷ്ടമായ നല്ല മണ്ണ് അടങ്ങിയിട്ടുള്ള ഈ കുന്നിനെ പോലുള്ള പ്രദേശങ്ങൾ നീക്കം ചെയ്യപ്പെടുകയാണെങ്കിൽ നമ്മുടെ ഗ്രാമത്തിൻ്റെ സാധാരണ ആരോഗ്യാവസ്ഥ തന്നെ മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും എന്നാണ് പറയാനുള്ളത്. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള കുന്നുകൾക്കെതിരെയും അതുപോലെ തണ്ണീർത്തടങ്ങൾക്കെതിരെയും ഒക്കെ നടക്കുന്ന നശീകരണങ്ങൾ നേരിൽ കാണുകയും അതിന് ഒക്കെ എതിരായി ഗ്രാമവാസികളുടെ സമരത്തോടൊപ്പം ചേരുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് കണ്ണൂർ ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി എടുത്തിട്ടുള്ളത്. നാർക്കൽക്കുന്ന് സംരക്ഷണ സമിതി പ്രവർത്തകർക്ക് പിന്തുണയുമായി കണ്ണൂർ ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി പ്രവർത്തകരും സ്ഥലത്ത് സന്ദർശനം നടത്തി. കുന്ന് സംരക്ഷണ സമിതി കൺവീനർ കെ. സതീശൻ, വൈസ് പ്രസിഡന്റ് കെ. ദാമോദരൻ, ജോയിന്റ് കൺവീനർ കെ. മനോജ് കുമാർ, കണ്ണൂർ ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി കൺവീനർ കെ. ഇ. കരുണാകരൻ, കെ. രമേശൻ, സി. ദിവാകരൻ, യതിൻ കെ. വി, സി. വിജയൻ എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടശ്ശേരി മണൽ EMS വായനശാലയുടെ സഹകരണത്തോടെ അത്താഴം കുടുംബത്തോടെ കുശലത്തോടെ പരിപാടി സംഘടിപ്പിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു.
കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടശ്ശേരി മണൽ EMS വായനശാലയുടെ സഹകരണത്തോടെ അത്താഴം കുടുംബത്തോടെ കുശലത്തോടെ എന്ന പരിപാടി സംഘടിപ്പിച്ചു. MLA TA മധുസൂദനൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ MV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. K പത്മിനി, അനുപമ V, M രാജീവൻ, KV സുരേഷ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വാർത്തകൾ തുടരുന്നു. ഇ ബാലകൃഷ്ണൻ സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇ ബാലകൃഷ്ണൻ ചരമദിന അനുസ്മരണ സമ്മേളനം മാർച്ച് 12-ന് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കും. TA മധുസൂദനൻ MLA അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂരിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും ട്രേഡ് യൂണിയൻ സംഘാടകനും സഹകാരിയും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യവുമായിരുന്ന ഇ ബാലകൃഷ്ണന്റെ 7ാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി മാർച്ച് 12-ന് ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ അനുസ്മരണ സമ്മേളനവും പ്രഭാഷണവും നടത്തും. അനുസ്മരണ സമ്മേളനം TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്യും. PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിക്കും. അഡ്വക്കേറ്റ് K വിജയകുമാർ ഇ ബാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടുന്ന ഗുരുതര വെല്ലുവിളിയായ ഭരണഘടനയുടെ ധാർമ്മികതയും ഇന്ത്യൻ മതേതരത്വവും എന്ന വിഷയത്തെക്കുറിച്ച് കേരളത്തിലെ പ്രമുഖ ഇടതുപക്ഷ പ്രഭാഷകനായ ഡോക്ടർ അനിൽ ചേലമ്പ്ര പ്രഭാഷണം നടത്തും. പ്രമുഖ രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് K വിജയകുമാർ, PV കുഞ്ഞപ്പൻ, KP ബാലകൃഷ്ണ പൊതുവാൾ, പ്രൊഫസർ E ദാമോദരൻ, VK ബാബുരാജ്, V രമേശൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ജ്ഞാനായ വിമൻസ് അസോസിയേഷന്റെ മലബാർ മേഖലാ മീറ്റ് പ്രാപ്പോയിൽ സെന്റ് മേരീസ് ജ്ഞാനായ പള്ളിയിൽ നടന്നു. ചുള്ളിയോട് സെന്റ് മേരീസ് ജ്ഞാനായ പള്ളി വികാരി ഫാദർ മാർക്കോസ് അറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ജ്ഞാനായ വിമൻസ് അസോസിയേഷൻ മലബാർ മേഖലാ മീറ്റ് ചുള്ളിയോട് സെന്റ് മേരീസ് ജ്ഞാനായ പള്ളി വികാരി ഫാദർ മാർക്കോസ് അറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. ഒരു വലിയ സംഗമം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. സ്ത്രീകള് ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഭംഗിയാക്കി നടക്കും. നമ്മുടെ കർത്താവിൻ്റെ കുരിശിൻ മരണം കഴിഞ്ഞ് കബറടക്കം കഴിഞ്ഞ് പിറ്റേ ദിവസം പത്തനംതിട്ടയിൽ നിന്നറിയാം കല്ലറയിലേക്ക് എത്തുന്നു. മുതുവം പ്രാപ്പോയിൽ പള്ളികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടന്ന മീറ്റിൽ ഫാദർ ടിജു അബ്രഹാം വാൽവറമ്പിൽ അധ്യക്ഷത വഹിച്ചു. വനിതാ സമാജം മലബാർ മേഖലാ സെക്രട്ടറി ജോളി തോമസ് കൊച്ചുപറമ്പിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. റവറന്റ് ഡോക്ടർ തോമസ് എബ്രഹാം മലേശ്ശേരിയിൽ ധ്യാനപ്രസംഗം നടത്തി. പ്രാപ്പോയിൽ സെന്റ് മേരീസ് ജ്ഞാനായ പള്ളി വികാരി ഫാദർ ഡിബിൻ ജേക്കബ് കളത്തിപ്പറമ്പിൽ, ഫാദർ ലിജോ ജെയിംസ്, ജിനോ ജോസഫ് പഴയാറ്റ്, നിഷ സുനിൽ, പ്രവീൺ ജെയിംസ്, സിസ്റ്റർ സാറ, ലീന ബെറ്റി, അമ്മിണി ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ മുൻ വനിതാ സമാജ അംഗങ്ങളെ ആദരിച്ചു. മലബാർ മേഖലാ കലാമത്സരത്തിൽ വിജയികളായവർക്ക് ചടങ്ങിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഗാനശുശ്രൂഷ, ഉച്ചനമസ്കാരം, ആശീർവാദം എന്നിവയ്ക്ക് ശേഷം സ്നേഹവിരുന്നോടുകൂടിയാണ് മേഖലാ മീറ്റ് സമാപിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ യുവാക്കളുടെ കൂട്ടായ്മയായ കോവൽ ബ്രദേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് ആരംഭിച്ചു. 2 ദിവസങ്ങളിലായാണ് പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര മൈതാനിയിൽ വെച്ച് ടൂർണമെന്റ് നടക്കുന്നത്. യുവാക്കളുടെ കൂട്ടായ്മയായ കോവൽ ബ്രദേഴ്സിന്റെ ആഭിമുഖ്യത്തിലുള്ള ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റ് മാർച്ച് 9, 10 തീയതികളിലായാണ് പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്നത്. യുവതലമുറയ്ക്ക് മാതൃകയാവുകയാണ് പയ്യന്നൂരിലെ ഈ സ്പോർട്സ് പ്രേമികളായ യുവാക്കൾ. നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും ഈ കൂട്ടായ്മ നേതൃത്വം നൽകുന്നുണ്ട്. കലേഷ്, രമേശ്, രാജു വാര്യർ, പ്രജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ യുവാക്കളിൽ കായിക സംസ്കാരം വളർത്തുന്നതിന് വലിയ സംഭാവന തന്നെ നൽകുകയാണ് കോവൽ ബ്രദേഴ്സ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പഴയങ്ങാടി അഹമ്മദിയ മുസ്ലിം മഹിളാ സംഘടന പഴയങ്ങാടി താലൂക്ക് ആശുപത്രിക്ക് ബോട്ടിൽ ബൂത്ത് കൈമാറി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ മഹിളാ സംഘടനാ ഭാരവാഹികളിൽ നിന്ന് ബോട്ടിൽ ബൂത്ത് ഏറ്റുവാങ്ങി. പഴയങ്ങാടി അഹമ്മദിയ മുസ്ലിം മഹിളാ സംഘടന പഴയങ്ങാടി താലൂക്ക് ആശുപത്രിക്ക് നൽകിയ ബോട്ടിൽ ബൂത്ത് കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ മഹിളാ സംഘടനാ ഭാരവാഹികളിൽ നിന്നും ഏറ്റുവാങ്ങി. കാരണം രാജ്യ സ്നേഹം എന്ന് പറയുന്ന ആ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ വാചകം പറഞ്ഞത്. അങ്ങനെ ചരിത്രത്തിനകത്ത് ഒട്ടനവധി ഉമ്മമാർ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലുൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ ഘട്ടത്തിലെല്ലാം
സ്ത്രീ ശാക്തീകരണം, സ്ത്രീകളും സമൂഹത്തിന്റെ ഭാഗമാണ്. അഹമ്മദിയ മുസ്ലിം മഹിളാ പ്രസിഡന്റ് PP മൻസൂറ അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP മുഹമ്മദ് റഫീഖ്, ഏഴോം പഞ്ചായത്ത് അംഗം ജസീർ അഹമ്മദ്, C മൻസൂറ, K താഹിറ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ സബ് RTOയ്ക്ക് കീഴിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പയ്യന്നൂർ RTO ഓഫീസിന്റെ മുന്നിൽ മാർച്ച് 11 തിങ്കളാഴ്ച രാവിലെ 11 മണി മുതൽ 1 മണി വരെ ധർണാ സമരം സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ പയ്യന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലവിൽ 60 അപേക്ഷകരെയാണ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരിഗണിക്കുന്നത്. എന്നാൽ മെയ് മാസത്തോടെ ഇത് 30 കുറയ്ക്കാൻ സാധ്യതയുള്ളതിനാൽ അത് വീണ്ടും 30 പരിമിതപ്പെടും. അങ്ങനെ വരുന്നതോടെ ഒരു സ്കൂളിന് ഒരു ദിവസം 2 ആളെ പോലും ടെസ്റ്റിന് കൊണ്ടുവരാൻ സാധിക്കാതെ വരുന്ന അവസ്ഥയുണ്ടാകും. മറ്റ് RTOയ്ക്ക് കീഴിൽ 2-3 ഉദ്യോഗസ്ഥർ ഉള്ളതിനാൽ അവർക്ക് ചുരുങ്ങിയത് 60 പേർക്ക് ടെസ്റ്റ് കൊടുക്കാൻ കഴിയുമെന്ന് ഇൻസ്ട്രക്ടർമാർ അറിയിച്ചു. മാർച്ച് 13 തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നുകഴിഞ്ഞാൽ പുതിയതായി ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ കഴിയാതെ വരും. അത്തരമൊരു സാഹചര്യത്തിൽ 30 പേർക്ക് മാത്രം ടെസ്റ്റ് കൊടുത്ത് മുന്നോട്ടു പോകാൻ സംഘടനയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ 30 പേർക്ക് മാത്രമുള്ള ടെസ്റ്റിനോട് അസോസിയേഷന് സഹകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കൂടാതെ ആയിരക്കണക്കിന് അപേക്ഷകർ ഡ്രൈവിംഗ് ടെസ്റ്റിന് തീയതി ലഭിക്കാതെ കാത്തുനിൽക്കുന്ന സാഹചര്യത്തിലാണ് അസോസിയേഷൻ ധർണാ സമരം സംഘടിപ്പിക്കുന്നതെന്ന് കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സെക്രട്ടറി M. ഉബൈദ്, പ്രസിഡന്റ് രാജീവൻ, ട്രഷറർ KP രവീന്ദ്രൻ, ജോയിന്റ് സെക്രട്ടറി സന്ദീപ് ഷേണായി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ശിവക്ഷേത്രത്തിന് സമീപം മിനിമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ചു. സ്വിച്ച് ഓൺ കർമ്മം TI മധുസൂദനൻ MLA നിർവഹിച്ചു. 2022-23 വർഷത്തെ MLA ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി കാങ്കോൽ ശിവക്ഷേത്രത്തിന് സമീപം സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം TI മധുസൂദനൻ MLA നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല, കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. പത്മിനി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വാർത്തകൾ തുടരുന്നു. കരിവെള്ളൂർ A1 ലൈബ്രറി ജനകീയ വിജ്ഞാന വികസന സദസ് സംഘടിപ്പിച്ചു. K. ശിവകുമാർ പ്രഭാഷണം നടത്തി. A1 ലൈബ്രറി കരിവെള്ളൂർ ജനകീയ വിജ്ഞാന വികസന സദസ് സംഘടിപ്പിച്ചു. A1 ക്ലബ് ഓഡിറ്റോറിയത്തിൽ വച്ച് നടന്ന ചടങ്ങ് ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പയ്യന്നൂർ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി K. ശിവകുമാർ പ്രഭാഷണം നടത്തി. NK വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ആയന്നൂർ ശ്രീ ശിവക്ഷേത്രത്തിൽ ശിവരാത്രി മഹോത്സവവും ചുറ്റുവിളക്ക് കല്ലുവിളക്ക് സമർപ്പണവും നടന്നു. ക്ഷേത്രം തന്ത്രി തെക്കിനിയടുത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ആയന്നൂർ ശ്രീ ശിവക്ഷേത്രം ശിവരാത്രി മഹോത്സവം ചുറ്റുവിളക്ക് കല്ലുവിളക്ക് സമർപ്പണം ക്ഷേത്രം തന്ത്രി തെക്കിനിയടുത്ത് തരണനെല്ലൂർ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. വിശേഷാൽ പൂജയ്ക്ക് ശേഷം സഹസ്രനാമ ജപവും വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം സർവേശ്വര പൂജയും നടന്നു. ക്ഷേത്രം മേൽശാന്തി ജഗദീഷ് ഭട്ട് നേതൃത്വം നൽകി. ചുറ്റുവിളക്ക് കല്ലുവിളക്ക് സമർപ്പണത്തിന് ശേഷം ക്ഷേത്രം പ്രസിഡന്റ് V. രവീന്ദ്രൻ, സെക്രട്ടറി KP വേണുഗോപാലൻ, MP പങ്കജാക്ഷൻ നായർ, MP ഹരിദാസൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. വിളക്കുപൂജയ്ക്ക് ശേഷം ഭജനയും തുടർന്ന് വിവിധ സംഘങ്ങളുടെ കൈകൊട്ടിക്കളി, കോൽക്കളി എന്നിവയും നടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. ശ്രീ ഒളവറമുണ്ടക്കാവ് ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ആദരിക്കലും ഉപഹാര സമർപ്പണവും നടന്നു. ചന്ദേര സർക്കിൾ ഇൻസ്പെക്ടർ സാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശ്രീ ഒളവറമുണ്ടക്കാവ് ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രം ക്ഷേമകാര്യ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പൂർവ്വകാല സ്ഥാനികരെയും ക്ഷേത്രം സംബന്ധിയായ കാര്യങ്ങളിൽ സഹകരിച്ചു വന്ന മുതിർന്ന അംഗങ്ങളെയും ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ക്ഷേമകാര്യ പ്രസിഡന്റ് AV ഗോവിന്ദന്റെ അധ്യക്ഷതയിൽ ചന്ദേര സർക്കിൾ ഇൻസ്പെക്ടർ സാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സിനിമാ താരം PP കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ മുഖ്യാതിഥിയായി. V. കുഞ്ഞികൃഷ്ണൻ, രാഘവൻ മാസ്റ്റർ, KV ശശികുമാർ, TV പവിത്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ഡെസ്ക്, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂരിൽ ഫോക്ലാൻഡിന്റെ ആഭിമുഖ്യത്തിൽ വനിതാ ദിനാചരണ പരിപാടി നടന്നു. ഡോക്ടർ സോന ഭാസ്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു.
ഫോക്ലാൻഡിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന വനിതാ ദിനാചരണ പരിപാടി എഴുത്തുകാരി ഡോക്ടർ സോന ഭാസ്കർ ഉദ്ഘാടനം ചെയ്തു. പ്രഭാഷക സ്മിത എം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അഭിനേത്രി ഉമാദേവി, സൈക്കോളജിസ്റ്റ് രുക്മിണി KG തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ വച്ച് ജലജ രാജീവൻ, സുബൈദ KP, ബിദുല PB, P സതി, പുഷ്പലത വിശ്വനാഥൻ, സൈനബ M, രേഷ്മ ബാലകൃഷ്ണൻ എന്നിവരെ ചാരഞ്ജിനി ജയരാജൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സുവിശേഷപുരം ചർച്ച് ഓഫ് ക്രൈസ്റ്റും സൺകെയർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ചേർന്ന് സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പും മെഡിക്കൽ പരിശോധനയും നടത്തി. ടി മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. സുവിശേഷപുരം ചർച്ച് ഓഫ് ക്രൈസ്റ്റും സൺകെയർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും ചേർന്ന് സൗജന്യ വൃക്കരോഗ നിർണയ ക്യാമ്പും മെഡിക്കൽ പരിശോധനയും നടത്തി. സുവിശേഷപുരം ചർച്ച് ഹാളിൽ നടന്ന ക്യാമ്പ് ടി മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിന് പല രീതിയിലുള്ള വഴികൾ, ചെറിയ പ്രായത്തിൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങൾ വന്ന് കിഡ്നി റീപ്ലാന്റേഷന് വേണ്ടി സന്നദ്ധമാവുന്ന നിരവധി ആളുകൾ ഞങ്ങളുടെ അടുത്ത ചില സുഹൃത്തുക്കൾ ഈ സമീപകാലത്ത് കിഡ്നി റീപ്ലാന്റ് ചെയ്ത് സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ അനുഭവങ്ങൾ. റീപ്ലാന്റ് ചെയ്യണമെങ്കിൽ കിഡ്നി കിട്ടണം. സമാനതയുള്ള ബ്ലഡ് ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ളതല്ലെങ്കിലും ഏത് ഗ്രൂപ്പിൽപ്പെട്ടിട്ടുള്ളത് ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. രവികുളങ്ങര, P സജികുമാർ, KK ജോയ്, K ലൈല, PV വിജയൻ, BM ജോർജ് കുട്ടി, ബിജു ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മലിനജലത്തിൽ മുങ്ങി ദേശീയപാത. പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മലിനജല ശുദ്ധീകരണ പ്ലാന്റിലേക്ക് പോകുന്ന പൈപ്പിന്റെ മാൻഹോൾ അടഞ്ഞതാണ് മലിനജലം ദേശീയപാതയിലേക്ക് ഒഴുകാൻ കാരണമായത്. ദുർഗന്ധം കാരണം ഇതുവഴിയുള്ള യാത്രയും ഏറെ ദുസ്സഹമായിരിക്കുന്നു. മാടായി കുണ്ടായിട്ടമൽ പട്ടികജാതി കോളനിയുടെ സമഗ്ര വികസന പദ്ധതിയുടെ പ്രവൃത്തി ഉദ്ഘാടനം M വിജിൻ MLA നിർവഹിച്ചു. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 1 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തുക. കണ്ടോന്താർ ചെറുവിച്ചേരിയിൽ തോട്ടത്തിൽ നിന്നും ചന്ദനമരങ്ങൾ മുറിച്ചു കടത്തിയ 2 പേരെ CI EK ഷിജു അറസ്റ്റ് ചെയ്തു. ചന്തപ്പുര ചെറുവിച്ചേരിയിലെ രതീഷ്, ബിബിൻ എന്നിവരാണ് പിടിയിലായത്. പഴയങ്ങാടി അടുത്തിലയിൽ വീണ്ടും വാഹനാപകടം. മിനി ലോറി ഇടിച്ച് സിഗ്നൽ ബോർഡുകളും തെരുവു വിളക്കും തകർന്നു. ശനിയാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് അപകടം നടന്നത്. ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.